ജിന്ന് സഹായിക്കുമെന്നതിന് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം തെളിവ് പറഞ്ഞ നമ്മുടെ സ്വലാഹി പക്ഷേ തൊട്ടടുത്ത ആയത്ത് പറയാതിരിക്കാൻ ബോധപൂർവം ശ്രമിച്ചു. എന്താണ് ആ ആയത്ത്? ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക. അവിടെ ഉണ്ടായിരുന്ന വേദപണ്ഡിതനായ കിതാബിൽ വിവരമുള്ള ഒരാൾ പറഞ്ഞു, അങ്ങ് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ കൊണ്ടുവന്നു തരാം. ആരാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് എന്ന് വിശേഷിപ്പിച്ച ആ പണ്ഡിതൻ? അത് ആസഫ് ഇബ്നു ബർഖിയ എന്ന വലിയായിരുന്നു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും മഷ്ഹൂറായ അഭിപ്രായമെന്നാണ് റാസി ഇമാം അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം നിലനിൽക്കെ ആസഫ് ഇബ്നു ബർഖിയ എന്ന വലിയാണ് അങ്ങനെ പറഞ്ഞത് എന്ന അഭിപ്രായം ഉണ്ടായിരിക്കെ ആ വലിയനോട് അടക്കമാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് ചോദിച്ചത് എന്ന് വരുന്നു. ഈ ആസഫ് ഇബ്നു ബർഖിയയുടെ ഈ കഴിവ് അത് ഭൗതികമായ കഴിവാണോ, അത് അഭൗതികമായ കഴിവാണോ, കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ, അധീനമാണോ എന്നൊക്കെ നാം ചർച്ച ചെയ്യേണ്ടി വരുന്നു, ചോദിക്കേണ്ടി വരുന്നു. എന്തായിരുന്നാലും മഹാനായ ആസഫ് ഇബ്നു ബർഖിയ അടക്കമുള്ള ഒരു സദസ്സിനോടാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം സഹായം ചോദിച്ചതും എന്നിട്ട് ആ വലിയ ഞാനങ്ങനെ കൊണ്ടുവന്ന് തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വലിയന് അങ്ങനെ കഴിവുണ്ടോ? ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്നാണ് ഇതുവരെ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജിന്നിനോടും പിശാച്ചിനോടും സഹായം ചോദിച്ചാൽ സഹായം കിട്ടും എന്നതിന് തെളിവായി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സംഭവം ഉദ്ധരിച്ച ആളുകൾ മഹാനായ ആസഫ് ഇബ്നു ബർഖിയ എന്ന വലിയനും അത് സാധിക്കുമെന്ന സംഭവം ആ ആയത്ത് മൂടി വെച്ചുകൊണ്ട് അത് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നത് നാം മനസ്സിലാക്കുക. ഇവിടെയും പിശാച്ചിനുള്ള കഴിവിനെ സ്ഥിരീകരിക്കുകയും വലിയനുള്ള കഴിവിനെ തമസ്കരിക്കുകയും ചെയ്യുന്ന ഗൂഢതന്ത്രമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. തങ്ങളുടെ യുക്തിക്ക് യോജിക്കാത്തതെല്ലാം ഹദീസ് നിഷേധത്തിലൂടെ തള്ളിക്കളയുകയും അവയെ യാഥാസ്ഥികത എന്ന് വിളിച്ചു പരിഹസിക്കുകയും ചെയ്തവർ ഇപ്പോൾ അതേ വാദങ്ങൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പ്രഖ്യാപിക്കുകയാണ്. പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരയുന്നത് പിശാച് കുത്തിയതുകൊണ്ടാണെന്ന് ശംസുദ്ദീൻ പാലത്ത് അംഗീകരിക്കുന്നു. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് കരയാനുള്ള കാരണം ജിന്നിന്റെ സ്പർശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൗലവിമാർ ഹദീസ് കണ്ടല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അത്ര വരെ എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ ശൈത്താന്മാർ എന്ത് ചെയ്യും? ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടാണ് നാം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ദിക്റോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് അവരിൽ നിലനിർത്തണം. വീട്ടിൽ കാണുന്ന പാമ്പുകൾ ജിന്നാണ്. അവയെ കൊല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ല. 3 ദിവസം പോ പാമ്പേ പോ എന്ന് പറയുകയാണ് വേണ്ടത്. പറയുന്നത് സക്കരിയ സ്വലാഹി. പാമ്പിനെ സംബന്ധിച്ച് വീട്ടിനകത്ത് കാണുന്ന പാമ്പിനെ കുറിച്ച് നബി പറഞ്ഞിട്ടുണ്ട്. വീട്ടിനകത്ത് കാണുന്ന പാമ്പിനോട് പോ എന്ന് പറയണം, 3 ദിവസം പോകാന്ന് പറഞ്ഞു. എന്നിട്ടും പോയില്ലെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജിന്നുകൾ മനുഷ്യരുടെ ചേലാക്രമം നിർവഹിക്കുമെന്ന മൗലവി വിഭാഗത്തിന്റെ വാദത്തെക്കുറിച്ച് സലാം സുല്ലമി. ചേലാകർമ്മം നടത്തുവല്ലോ, ജിന്നി നമുക്ക് ചേലാകർമ്മം നടത്തി തരുവല്ലോ. പ്രസംഗിക്കണി പണ്ഡിതന്മാർ നോക്കൂ നിങ്ങൾ. എന്നാ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇബിലീസ് ചേലാകർമ്മം നടത്തിയിട്ട് ആ കഷ്ണിച്ച കഷ്ണം എവിടെ കൊണ്ടേയുള്ളു? മുജാഹിദ് സെന്ററിലായിരിക്കും ഒരു പക്ഷേ അല്ലേ? നമ്മളാരും കണ്ടിട്ടില്ല. ചോരണ്ടാവോ കഴിച്ചുമ്പോൾ ജിന്ന് ചേലാകർമ്മം നടത്തിയാലും? കൂട്ടരെ ജിന്നിന് ആ കഴിവുണ്ടെങ്കിൽ ഖുർആൻ ജിന്നിനുള്ള കഴിവ് ഭൂരിപക്ഷത്തിലും പ്രയോഗിക്കുന്നുണ്ട്. ജിന്നിന് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയ വസ്വാസം ഉണ്ടാക്കുക. അത് ആദം നബിയിലും ഹവ്വായിലും വരെ സാധിച്ചില്ലേ? പക്ഷേ ഇവര് ആദം നബിന്റെ ചേലാകർമ്മ പാര നടത്തി കൊടുത്തിയാവല്ലേ ജിന്ന് എന്ന് പറഞ്ഞു എറിഞ്ഞു. അവിടെ വേറെ ആരുമില്ല നടത്താൻ. അപ്പം ജിന്നിന് ചേലാകർമ്മം വരെ നടത്താൻ കക്ഷം പഠിച്ച ഒരാളെ കഴിവുണ്ടാവുക. അപ്പൊ അതുകൂടി പ്രസംഗിച്ചാൽ നമുക്ക് എളുപ്പമുണ്ടായി. എന്നാൽ ഡോക്ടർക്കുള്ള ചാർജ് കൊടുക്കണ്ട. സന്ധ്യാസമയങ്ങളിൽ വാതിലടച്ചില്ലെങ്കിൽ പിശാചുക്കൽ വീട്ടിൽ കയറി ഉപദ്രവിക്കുമെന്ന് ശംസുദ്ദീൻ പാലത്ത്. താമസിക്കാൻ താവളം കിട്ടുമോ നോക്കി നടക്കാം. ഏതൊരു വീട്ടിന്റെ വാതിൽ തുറക്കണം. വാതിൽ അടച്ചിട്ട് ശൈത്താന് കയറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ പുറത്തും വാതിൽ അടച്ചിട്ട് തന്നെ പോകണം. കിടക്കുമ്പോൾ നിങ്ങൾ വാതിൽ അടയ്ക്കുക തന്നെ വേണം. മനസ്സിലായില്ലേ? ശൈത്താന് കൂടുതലായി വിളയാട്ടം ഉണ്ടാകുന്ന സന്ധ്യാസമയങ്ങളിൽ നിങ്ങൾ വാതിൽ അടയ്ക്കുക തന്നെ വേണം. ഇതൊക്കെ പഠിപ്പിച്ചെന്തിനാ? അതേപോലെ നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തുറന്നിടരുത്, മൂടി വെക്കുക തന്നെ വേണം. ഇത്തരം കൽപ്പനകളൊക്കെ നമുക്ക് തരുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ശൈത്താൻ ഇങ്ങനെ ഓരോ വീട്ടിലും വന്ന് നോക്കും. വാതിലടച്ചാൽ പോവും, തുറന്നിട്ടാൽ കയറും.
ഇനി ഒരാൾ വന്നിട്ട് ഒരു കുടുംബം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു കുടുംബം വീട്ടിന്റെ അകത്തേക്കാണ് കയറുകയാണ്. കയറുമ്പോൾ ശൈത്താൻ അവിടെ കൂടെ വരും. ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നും അതിൽ കുട്ടികളുണ്ടാകുമെന്നും തറപ്പിച്ചു പറയുകയും അതിനെതിരെ വാദങ്ങളുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ജിന്നുകൾ എങ്ങനെയാണ് ലൈംഗിക വീഴ്ചയിൽ പങ്കാളികളാവുന്നത് എന്ന് ഭൗതികമായി നമുക്ക് അറിയില്ല എന്ന് കരുതി അങ്ങനെ ഒരു പ്രതിഭാസമില്ല എന്നാരും കരുതരുത്. ബിസ്മില്ല എന്ന് ചൊല്ലാതെ ഒരാൾ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ഏർപ്പാടിൽ ഒരു ശൈത്വാൻ കൂടി പ്രവേശിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല, മനസ്സിലായില്ലേ, അഊദു ബില്ലാഹി എന്ന് നമ്മൾ പറയണം. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാന മിമ്മാ റസഖ്തനാ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം എന്ന് പഠിപ്പിച്ചു. ഖുർആനിൽ നിങ്ങൾക്ക് കാണാം 18ാമത്തെ സൂറത്തിലെ 50ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയാ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യൻ തന്നെ ആയിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ ഷെയ്ത്താന്റെ സ്വഭാവവും പ്രവർത്തനവും, ഷെയ്ത്താന് വേണ്ടിയുള്ള ദഅവത്തും പോസ്റ്ററും മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇല്ലാത്തൊരവസ്ഥ വരും. അതെന്തുകൊണ്ടാണ്? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ഷെയ്ത്താൻ കൂടി പങ്കാളിയാകും സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ, നിങ്ങൾ അള്ളാന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗ സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാർ തെളിവുണ്ടട്ടെ, പോസ്റ്ററുകാർ. അപ്പൊ ബാക്കി പറയാം. ഏർപ്പെടുന്നുള്ളതിന് സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹീഹായിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണമാവില്ല എന്നേ എനിക്ക് പറയാൻ. മറ്റോന് പോസ്റ്ററും വലിയ ഉറക്കമുക്കിയ എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ശൈത്വാനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മളെ ഹദീസ് ചോദിക്കുന്നത്, നമ്മളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു. പിശാച്ച് വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാൻ താമസിച്ച പിശാച്ച് വന്നിട്ട് സംയോഗം ചെയ്തു പോകുമല്ലോ ഭാര്യമാരെ. ശംസുദ്ദീൻ പാലത്ത് പറയാണ്, മുസ്ലിം സ്ത്രീകൾക്ക് ജിന്നിന്ന് കുട്ടികളും ജനിച്ചുവല്ലോ. അപ്പൊ അവിവാഹിതയായ പെണ്ണുങ്ങളൊക്കെ കഴിച്ചിലാട്ടെ, ഗർഭിണിയായാലേ പിശാച്ചെന്ന് ഇതാക്കിയാന്ന് പറഞ്ഞ ആ ജിന്നുകള് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ വരെ ജനിച്ചു. അപ്പൊ പല രൂപത്തിൽ വരികയാണെങ്കിൽ പെണ്ണിന് ഭർത്താവിനെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാതെ നിങ്ങൾ എന്തിനാ കുതന്ത്രം? കാരണം ഒരു മൗലവിനെ പെണ്ണുങ്ങളെ റൂമിൽ നിന്ന് പിടികൂടി, പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങളെ റൂമിൽ നിന്നാണ് പിടികൂടിയത്. എന്നാ മൗലയ്ക്ക് അറിയാലോ ഞാൻ പിശാച്ചിട്ടുകാട് പെണ്ണുങ്ങളെ റൂമിൽ കൊണ്ടിട്ടതാണെന്ന്. ആർക്കേ തമ്മാടിക്കും കഴിച്ചില്ലായിക്കൂടെ? ഒരു മൗലവി എന്താണ് ഒരു വീട്ടിൽ കയറിക്കാണ്ട് അവിടെ ശല്യം ഉണ്ടാക്കി. അപ്പം പറയാ അത് ഞാനല്ല, അത് പിശാച്ചാണ്, അത് പിശാച്ചിനെ അവിടെ കൊണ്ടിട്ടതാണ്. ഞാൻ കോളേജിൽ ഇരിക്കുകയായിരുന്നു, പിശാച്ചിനെ താങ്ങി പിടിച്ച ആളില്ലാത്ത സമയത്ത് ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ടിട്ട് ഓട് കത്തിരുത്ത് വെട്ടി വണ്ടി ഓടിയത് പറയാലോ. ഞാൻ എന്നെ തെറ്റ് തെറ്റില്ല. അവർ റഷ്യദാരതി ഹിയല് തമ്മാടികളായ മനുഷ്യ പിശാച് തന്ത്രാണ്. പിശാച്ചിനാകെ വസ്വാസം കഴിവുള്ളൂ. പിന്നെ അദൃശ്യമായി നമ്മെ ഉപദ്രവിക്കാൻ അള്ളാഹു അല്ലാത്തവർക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമെന്ന വാദം മൗലവി ഗ്രൂപ്പ് പിൻവലിച്ചിരിക്കുന്നു. മാത്രമല്ല ജിന്നിനും പിശാചിനുമൊക്കെ ഗൈബ് അറിയുമെന്നും അവരുടെ സേവക്കാർക്ക് നമ്മിൽ നിന്നും കട്ടുകേട്ട് അവ എത്തിക്കുമെന്നും ഇപ്പോൾ മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ നമ്മുടെ ചുറ്റുഭാഗവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കിടയിൽ വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത, നമ്മുടെ വീട്ടിന്റെ സിറ്റ് ഔട്ടിലോ പൂമുഖത്തോ വന്നിരുന്നാൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ജീവിയാണ് യഥാർത്ഥത്തിൽ ജിന്നെന്ന് പറഞ്ഞാൽ. അവർ രഹസ്യങ്ങളെ ചോർത്തിയെടുക്കും, ആ രഹസ്യങ്ങളെ പോയി പറഞ്ഞു കൊടുക്കണേ നമ്മൾ കാണൂല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇടക്കിടക്ക് നിങ്ങൾ ഓർമ്മിച്ചോളുണ്ട്, ഹദീസ് പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടത്, അല്ലാതെ ബുദ്ധിയിൽ തോന്നുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ എൻ്റെ ക്ലാസിന്റെ അവസാനം വരെ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ ഞാൻ പറയുന്നത്. കാരണം അവർക്കത് ബോധ്യപ്പെടാൻ കുറച്ച് പ്രയാസം പിടിക്കുന്നതാണ്. ഇപ്പം അടുത്ത് വിവാഹം കഴിഞ്ഞ് 2 ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഓരോ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ നമ്മൾ വെറുതെ ചോദിച്ചു, നിങ്ങൾ ആരെത്തേലും പോയിനോന്ന് ചോദിച്ച്. ഞങ്ങൾ അങ്ങനത്തെ വിശ്വാസക്കാരെന്നല്ല, പക്ഷെ ഇവിടെ ഉമ്മാന്റെ ഉമ്മണ്ട് വല്യമ്മ, ഒരു പഴയ ആൾക്കാരല്ലേ, ഒരു പോയിന്നു എന്നാണ്. എന്തേ പോയിട്ട് പറഞ്ഞു എന്നാണ്. ചെന്നപ്പോഴൊക്കെ തന്നെ പറഞ്ഞു, നിങ്ങൾ അവളെ പേര് കണ്ടോ, ഓളെ കാര്യത്തിലെങ്കിൽ പറഞ്ഞത് അത് നേരാകാൻ ബുദ്ധിമുട്ടാണ്. ആ ഇളയച്ചേള തന്നെയാണ് എൻ്റെ എല്ലാ പ്രശ്നവും, ഇളയച്ചേളാണ്, ഓലാണ് എൻ്റെ എല്ലാ പ്രശ്നവും. ഓലത് അങ്ങോട്ട് ഒഴിവാക്കി കിട്ടിയിട്ട് ഒരു സമാധാനമാവുള്ളൂ.
ഓല അതിന് വേണ്ടിയിട്ട് എല്ലാ പണിയെടുക്കും. ഇതാ കുട്ടികളെ പേരിങ്ങനെ പറയണേ ഇയാള്, ഏത് അവിടെയുള്ള ഇളയച്ചയുടെ പേരിങ്ങനെ പറയാണ്. അപ്പൊ പറയുമ്പോൾ എന്താ ഒരു വിചാരിക്കുക, വിശ്വസിക്കാതെക്കാൻ പറ്റുമോ? എങ്ങനെയാ പോയി നടക്കണേ? നമ്മോട് പറഞ്ഞ നമ്മൾ എന്താ പറയാ, അതെന്താ അന്ധവിശ്വാസം ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു അയലോക്കത്ത് ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ എങ്ങനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. മറിഞ്ഞ കാര്യം അള്ളാഹ്ക്ക് ആരെയുള്ളൂ നമ്മൾ വിശ്വസിക്കും അല്ലേ? വിവരം കിട്ടിയാലേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. വിവരം അറിയിച്ചു കൊടുക്കുന്ന ആരാണ്? ഈ ജിന്നുകളാണെന്നാണ്. ഒരു കാലഘട്ടത്തിൽ വഹാബി സ്റ്റേജുകളിൽ നിന്ന് നിരന്തരമായി മുഴങ്ങിക്കേട്ടിരുന്ന ഒരു ആയത്തുണ്ട്, ലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ. ഞാനെങ്ങാനും ഗൈബിനെ അറിയുമെങ്കിൽ ഞാൻ ഖൈറുകൾ വാരിക്കൂട്ടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറഞ്ഞതും. എന്നിങ്ങനെ ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ, അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഗർഭത്തിലുള്ളതിനെ കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുപോലെ മനസ്സിലുള്ള കാര്യങ്ങൾ, വിചാരങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഇതെങ്ങാനും ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാൾക്ക് അറിയുമെന്ന് വിശ്വസിച്ചാൽ ഉടനെ തന്നെ മുശ്രിക്കായി എന്ന് പറഞ്ഞിരുന്ന ഒരു വിഭാഗമായിട്ടായിരുന്നു മുജാഹിദുകളെ ഒരു കാലത്ത് കേരളം മനസ്സിലാക്കിയിരുന്നത്. കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നവർ, കുപ്പിയുടെ അകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ മനസ്സ് കാണാൻ എനിക്ക് സാധിക്കുമെന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതിനെ പോലും ഇവർ പരിഹസിച്ചിരുന്നു. അത് പറയുന്നതോടുകൂടെ ഒരാൾ മുശ്രിക്കായി പോയി എന്നായിരുന്നു ഇവർ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരങ്ങൾ അറിയുവാൻ പിശാചിന് സാധിക്കും. നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കുട്ടിയുടെ വിശേഷങ്ങൾ അറിയുവാൻ, ആണാണോ പെണ്ണാണോ തുടങ്ങിയ കാര്യങ്ങൾ, ഗർഭം അലസിപ്പിക്കുവാൻ പോലും പിശാചിന് സാധിക്കുമെന്ന് ഡോക്ടർ സുബൈറിനെ പോലുള്ള ആളുകൾ, ഹാരിസ് ബിൻ സുലൈമിനെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു. നമ്മൾ ഏതെങ്കിലും സാഹിറിന്റെ അടുക്കൽ, അല്ലെങ്കിൽ ജിന്ന് സേവകന്റെ അടുക്കൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിശാച് സേവകന്റെ അടുക്കലേക്ക് പോയാൽ അവര് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങൾ, നമ്മുടെ കുടുംബ വിശേഷങ്ങൾ, അതുപോലെയുള്ള ഭാവി വിഷയങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു തരുമെങ്കിൽ ഈ പിശാച് സേവകനും ജിന്ന് സേവകനുമൊക്കെ അതറിയുമെന്നും, എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനും അതുപോലെ സ്വഹാബത്തിനും ഇത് അറിയുകയില്ലെന്നും, അല്ലെങ്കിൽ ഔലിയാക്കൾക്കും മഹാന്മാർക്കുമൊന്നും അറിയുകയില്ലെന്നും ഈ ഇരട്ടത്താപ്പിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. മഹാന്മാർക്ക് ഗൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അത് അംഗീകരിക്കാൻ തയ്യാറാവാതിരിക്കുകയും പിശാചിന് ഇങ്ങനെയൊക്കെ അറിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വല്ല സാധനങ്ങളും നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വല്ല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് ഇത്തരം ഇടങ്ങളുണ്ട് എന്നതിലേക്കുള്ള സൂചനകൾ വിവരമില്ലാത്ത സമൂഹത്തെ അല്ലെങ്കിൽ പാവപ്പെട്ട സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് പിശാചിന്റെ ആലയങ്ങളിലേക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കൂട്ടിക്കൊടുപ്പുകാരായി വഹാബിസം മാറുന്ന ദുരന്തപൂർണമായ കാഴ്ച ആരെയും വിസ്മയപ്പെടുത്തുന്നതാണ്.